ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 245 വാല്യം 6 സാബത്ത് ദിവസം നസ്രസിലെ സിനഗോഗിൽ. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നസ്രസിലെ സിനഗോഗിലാണ്. ഇന്ന് സാബത്ത് ദിവസമാകുന്നു. ഈശോ അബിമലേക്കിനെ സംബന്ധിച്ച സാരോപദേശ കഥ വായിക്കുകയും താഴെ പറയുന്ന വാക്കുകളോടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. മുൾപടർപ്പിലെ അഗ്നി ഇറങ്ങി വന്ന് ലെബനോനിലെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. അതിനുശേഷം അവൻ ചുരുൾ സിനഗോഗ് തലവന്റെ കയ്യിൽ കൊടുക്കുന്നു. ബാക്കിയുള്ളതും നീ വായിക്കുന്നില്ലേ? നീതി കഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് മുഴുവനും വായിക്കണം, തലവൻ പറയുന്നു. അതാവശ്യമില്ല. അബിമലേക്കിന്റെ കാലം വളരെ പുരാതനമാണ്. ആ പഴയ കഥ ഇക്കാലത്തിന് യോജിച്ച രീതിയിൽ ഞാൻ അവതരിപ്പിക്കാം. നസ്രസിലെ ജനങ്ങളെ ശ്രവിക്കുവേൻ. അബിമലേക്കിന്റെ കഥയുടെ ഗുണപാഠം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ സിനഗോഗ് തലവൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ റബ്ബിയിൽ നിന്നാണ് അവൻ പഠിച്ചത്. അവന്റെ റബ്ബി വേറൊരു റബ്ബിയിൽ നിന്നും പഠിച്ചു. അങ്ങനെ യുഗങ്ങളായി ഒരേ രീതിയിലും ഒരേ നിഗമനങ്ങളോടും കൂടെ അത് പഠിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ഒരു ഗുണപാഠം എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. കിണറ്റിൽ നിന്നും വെള്ളം കോരുവാൻ ഉപയോഗിക്കുന്ന കപ്പിയിലെ കയറ് പോലെ ആകരുത്. തേഞ്ഞു തീരുന്നതുവരെ അത് ഒരു വ്യത്യാസവും കൂടാതെ മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു. മനുഷ്യൻ കയറോ യന്ത്രമോ അല്ല, ബുദ്ധിശക്തി കൊണ്ട് അനുഗ്രഹീതനാണ്. സാഹചര്യത്തിന്റെ ആവശ്യമനുസരിച്ച് അത് ഉപയോഗിക്കണം. വാക്കുകളുടെ അക്ഷരങ്ങൾ എക്കാലത്തേക്കും ഒന്നു തന്നെയാണെങ്കിലും സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടും. ഓരോ പ്രാവശ്യം പുതിയ ഉൾക്കാഴ്ചകൾ കണ്ടുപിടിക്കുവാൻ മെനക്കെടുവാനോ അതിൻ്റെ സംതൃപ്തി ലഭിക്കുവാനോ ഒരുമ്പെടാത്ത പാവം റബ്ബിമാരുണ്ട്. പുരാതനമായ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അരൂപിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് സ്വന്തമായ ഒരു വാക്കുപോലും കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവ അനേകം പ്രാവശ്യം ആവർത്തിച്ചാലും ഒരു വ്യത്യാസവുമില്ലാത്ത ശബ്ദത്തിൻ്റെ പ്രതിധ്വനി പോലെ മാത്രമായിരിക്കും. എല്ലാത്തരം വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഔഷധച്ചെടികളും വളരുന്ന വനം മനുഷ്യവംശത്തെ സൂചിപ്പിക്കുന്നു. തങ്ങളുടെ സന്തോഷത്തിനും സുരക്ഷിതത്വത്തിനുമുള്ള ഉത്തരവാദിത്തമാകുന്ന ഭാരം വഹിക്കുവാൻ കഴിവുള്ള വ്യക്തിയാൽ നയിക്കപ്പെടണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നു. അധീനരോട് ഉത്തരവാദിത്തമുള്ള ഒരാൾ അയൽ രാജ്യങ്ങളോടും അതിലേറെ ഭീതിയുളവാക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തോടുമുള്ള ആൾ. കാരണം കിരീടവും മാഹാത്മ്യവും പ്രധാന സ്ഥാനവും മനുഷ്യരാണ് നൽകുന്നത്. എങ്കിലും ദൈവമാണ് അവ അനുവദിക്കുന്നത്. ദൈവത്തിന്റെ ദാക്ഷിണ്യം കൂടാതെ മാനുഷികമായി യാതൊരു അധികാരവും നൽകപ്പെടുന്നില്ല. എന്നേക്കും നിലനിൽക്കുമെന്ന് കരുതപ്പെടുന്ന രാജവംശങ്ങൾ തൊട്ടുകൂടാത്ത ശക്തികളാണെന്ന് വിചാരിക്കപ്പെട്ടിരുന്നവർ ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്ര വേഗത്തിൽ അധപതിക്കുന്നതിന് ദൈവം അനുവദിക്കുന്നതിനാലാണ്. കാരണം അവർ തങ്ങളുടെ അധികാരപരിധി വിട്ട് ആളുകളെ പരീക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ജനം തന്നെ ദൈവത്തിന്റെ സമ്മതത്തോടെ അവരുടെ ദുഷ്ടരായ ഭരണകർത്താക്കളോട് എതിർക്കുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്യുന്നു. വീഴുന്നവർ വെറും പൊടിയോ ഓടയിലെ അഴുക്കോ ആയിത്തീരും. ഞാൻ പറഞ്ഞു, അധീനരോടും അയൽ രാജ്യങ്ങളോടും അതിൽ കൂടുതലായി ദൈവത്തോടും ഉത്തരവാദിത്തമുള്ള ആരെയെങ്കിലും തിരഞ്ഞെടുക്കണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് എന്ന്. ചരിത്രത്തിന്റെ വിധി ഭയാനകമാണ്. അതിനെ മാറ്റിമറിക്കാൻ വ്യക്തി താൽപര്യങ്ങൾ വ്യക്തമായി ശ്രമിക്കുന്നു. കാരണം ഭാവി സംഭവങ്ങളും ജനങ്ങളും അതിൻ്റെ പ്രാരംഭ സത്യാവസ്ഥയിലേക്ക് അതിനെ വീണ്ടും നയിക്കും. ദൈവനീതി ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതാണ്. കാരണം ഏതെങ്കിലും സമ്മർദ്ദത്തിന് അത് വഴങ്ങുകയില്ല. മനുഷ്യരുടെ മാറ്റം മറികൾക്ക് അതൊട്ടും വിധേയമല്ല. എല്ലാറ്റിനുമുപരിയായി അത് തെറ്റായി വിധിക്കുന്നില്ല. അതുകൊണ്ട് ജനനേതാക്കളായും ചരിത്രം രചിക്കുന്നവരുമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ വിശുദ്ധന്മാരുടെ വീരോചിതമായ നീതിനിഷ്ഠയോടെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഭാവി ദുഷ്കീർത്തി നിറഞ്ഞതാകും.
ദൈവത്താൽ നിത്യമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് അബിമലേക്കിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ വൃക്ഷങ്ങൾക്ക് ഒരു രാജാവ് വേണം. അതിനായി അവർ ഒലിവ് മരത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നാൽ ഒലിവ് ഒരു പുണ്യമരമാണല്ലോ. അതിൻ്റെ എണ്ണ നിമിത്തം പ്രകൃത്യാതീതമായ ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗപ്പെടുത്തുക. കർത്താവിൻ്റെ മുമ്പിൽ കത്തുന്ന ദീപങ്ങളിൽ പകരുന്നത് ഒലിവെണ്ണയാണ്. ദശാംശം, ബലി ഇവയുടെ അർപ്പണത്തിൽ ഒരു പ്രധാന ഭാഗം ഒലിവെണ്ണയാണ്. അൾത്താരയിൽ പുരോഹിതൻ, രാജാക്കന്മാർ അങ്ങനെ അഭിഷേകം ചെയ്യുന്നതിന് ആവശ്യമുള്ള കർമ്മങ്ങൾക്കെല്ലാം ഒലിവെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിന് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഗുണമുള്ളതുകൊണ്ട് ആരോഗ്യമുള്ളതും രോഗഗ്രസ്തവുമായ ശരീരങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒലിവ് മരം മറുപടി പറയുന്നു, എൻ്റെ വിശുദ്ധവും സ്വഭാവാതീതവുമായ വിളി വിട്ടുകളഞ്ഞിട്ട് ഭൗമിക കാര്യങ്ങൾക്കായി എന്നെ തന്നെ തരം താഴ്ത്താൻ എങ്ങനെ കഴിയും? ഒലിവ് വൃക്ഷത്തിൻ്റെ മറുപടി എത്ര ശാന്തമായിരുന്നു! ദൈവം വിശുദ്ധമായ ഒരു ദൗത്യത്തിനായി വിളിച്ചിരുന്ന എല്ലാവരും ഒലിവിൻ്റെ ആ മറുപടി പഠിക്കുകയും ആവർത്തിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ട്? വാസ്തവത്തിൽ പിശാചിൻ്റെ പ്രേരണകൾക്ക് മറുപടിയായി എല്ലാ മനുഷ്യരും ഇത് പറയേണ്ടതാണ്. കാരണം ഓരോ മനുഷ്യനും ഒരു രാജാവും ദൈവപുത്രനുമാണ്. അവന് നൽകിയിട്ടുള്ള ആത്മാവ് നിമിത്തം അവൻ രാജപദവിയിലുള്ള ദൈവപുത്രനാണ്. സ്വഭാവാതീതമായ ഒരു സ്ഥാനത്തിനാണ് അവൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ ആത്മാവ് അൾത്താരയും ഭവനവുമാണ്. ദൈവത്തിൻ്റെ ബലിപീഠം പുത്രനും പ്രജയുമായവൻ്റെ സ്നേഹവും ബഹുമാനവും സ്വീകരിക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് ഇറങ്ങി വരുന്ന ഭവനം. എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. ഓരോ ആത്മാവും ഓരോ ബലിപീഠമാണ്. അതിനാൽ എല്ലാ മനുഷ്യരും പുരോഹിതരും ബലിപീഠത്തിൻ്റെ സൂക്ഷിപ്പുകാരുമാകുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പുരോഹിതൻ തന്നെ തന്നെ അശുദ്ധമാക്കരുത്. അതിനാൽ സാത്താനും ലോകവും മാംസവും പ്രലോഭിപ്പിക്കുമ്പോൾ മനുഷ്യൻ മറുപടി പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ ആധ്യാത്മിക അവസ്ഥ നിർത്തിവയ്ക്കുകയും ഭൗതികമായ പാപ സാഹചര്യങ്ങളിൽ മുഴുകുകയും ചെയ്യണമോ? വൃക്ഷങ്ങൾ പിന്നീട് ഒരു അത്തിമരത്തെ സമീപിച്ച് അവരെ ഭരിക്കുന്നതിന് ക്ഷണിച്ചു. എന്നാൽ അത്തിമരം പറഞ്ഞു, ഒരു രാജാവാകുന്നതിനു വേണ്ടി എൻ്റെ മാധുര്യവും ഈ നല്ല ഫലങ്ങളും ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? പലരും ശാന്തരും കാരുണ്യവാന്മാരുമായവരെ അവരുടെ രാജാവാകാൻ ക്ഷണിക്കും. കാരുണ്യത്തോട് മടുപ്പുണ്ടായിട്ടല്ല, പ്രത്യുത കാരുണ്യവാനായതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നതെന്തും അയാളിൽ നിന്ന് നേടിയെടുക്കാം. അവർക്ക് ഇഷ്ടം പോലെ അസഭ്യം പറയാം, അവസാനം പരിഹസിക്കുകയും ചെയ്യാം എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ കാരുണ്യം ബലഹീനതയല്ല, അത് നന്മയാണ്. ആദ്യത്തേത് പുണ്യം, രണ്ടാമത്തേത് തെറ്റ്. കാരുണ്യം പുണ്യമായതിനാൽ അതുള്ളവർക്ക് നീതിയുള്ള മനസ്സാക്ഷിയുണ്ടായിരിക്കും. എന്തു നഷ്ടം വന്നാലും ലക്ഷ്യത്തോട് വിശ്വസ്തത അവർ പുലർത്തും. ദൈവത്തിൻ്റെ താല്പര്യമില്ലാത്ത ലൗകിക താല്പര്യങ്ങളിലേക്ക് വശീകരിക്കുന്ന മാനുഷിക യാചനകളും ആകർഷണങ്ങളും അവഗണിക്കാൻ, അവയോട് ചേർത്ത് നിൽക്കാൻ അയാൾക്ക് നല്ല മനസ്സാക്ഷി പ്രാപ്തി നൽകും. കരുണയുള്ള മനുഷ്യൻ കുറ്റാരോപണങ്ങളെ വെറുപ്പോടെ തിരസ്കരിക്കുകയില്ല. അവൻ്റെ സഹായം തേടുന്നവരെ പരുഷമായി തിരസ്കരിക്കുകയില്ല. നേരെ മറിച്ച് സഹതാപപൂർവം പുഞ്ചിരി തൂക്കിക്കൊണ്ട് അയാൾ പറയും, എന്നെ സമാധാനത്തിൽ വിട്ടേക്കൂ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനുമാണ് ജീവിക്കുന്നത്. എങ്കിലും എനിക്ക് നിങ്ങളുടെ രാജാവാകാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഒരു രാജ്യത്വം മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, അതായത് നിങ്ങളുടെ ആത്മാക്കളുടെയും എൻ്റെ ആത്മാവിൻ്റെയും രാജ്യത്വം, അതായത് ആധ്യാത്മിക രാജ്യത്വം. അടുത്തതായി വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയുടെ അടുത്ത് ചെന്ന് തങ്ങളുടെ രാജാവാകാമോ എന്ന് ചോദിച്ചു. എന്നാൽ മുന്തിരിവള്ളി ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, സന്തോഷവും ശക്തിയുമായ എനിക്ക് അവ ഉപേക്ഷിച്ച് നിങ്ങളുടെ രാജാവാകാൻ കഴിയുകയില്ല. രാജാവിന് എപ്പോഴും ആത്മീക വിഷാദമായിരിക്കും.
അത് ഉത്തരവാദിത്തങ്ങളുടെയും ഇച്ഛാഭംഗങ്ങളുടെയും ആധിക്യം കൊണ്ടാവാം. കാരണം പാപം ചെയ്യാത്ത, സ്വയം കുറ്റപ്പെടുത്താത്ത രാജാക്കൾ കറുത്ത വജ്രം പോലെ വിരളമാണ്. ദൂരെ നിന്ന് തിളങ്ങുമ്പോൾ അധികാരം ആകർഷിക്കുന്നു. എന്നാൽ അടുത്തു ചെല്ലുമ്പോഴാണ് അത് ഒരു പ്രകാശമുള്ള നക്ഷത്രമല്ല, മിന്നുന്ന ഒരു പ്രകാശത്തിൻ്റെ ഒരു നേരിയ പ്രകാശം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, രാജാവിന് ചുറ്റും പൊന്തി വരുന്ന 1000 സ്വകാര്യ താല്പര്യങ്ങളാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് അതെന്നും മനസ്സിലാക്കുന്നു. രാജസദസ്യരുടെ, സഖ്യരാജ്യങ്ങളുടെ, ബന്ധുക്കളുടെ, വ്യക്തി താല്പര്യങ്ങളുടെ ബന്ധനങ്ങൾ. തൈലാഭിഷേക അവസരത്തിൽ എത്രയേറെ രാജാക്കന്മാർ ശപഥം ചെയ്ത് പറയാറുണ്ട്, ഞാൻ സമഭാവന പാലിക്കും എന്ന്. എന്നാൽ പിന്നീട് അത് പാലിക്കാതെ പ്രവർത്തിക്കും. വളരെ ദുർബലവും അഴക്കവുമുള്ളതുമായ ഐവി ഒരു വൃക്ഷത്തെ ആദ്യമായി ആലിംഗനം ചെയ്യുമ്പോൾ വൃക്ഷം എതിർക്കാറില്ല. അതിനെക്കൊണ്ട് ഒരു ഉപദ്രവവും വരികയില്ല. കാരണം അത് എത്ര ലോലവും ബലഹീനവുമാണ്. നേരെ മറിച്ച് ഐവി കൊണ്ട് അലങ്കരിക്കപ്പെടുന്നത് അത് ഇഷ്ടപ്പെടുന്നു. പോരാഞ്ഞിട്ട് അതിന് നേരെ മുകളിലേക്ക് കയറാൻ സഹായിക്കുന്ന താങ്ങായതിൽ അഭിമാനിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് ഓരോ രാജാവും ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നതെന്ന് തന്നെ ഞാൻ പറയും. രാജസദസ്യരുടെയും സഖ്യരാജ്യങ്ങളുടെയും വ്യക്തികളുടെയും ബന്ധുക്കളുടെയും താല്പര്യങ്ങളുടെ ആലിംഗനത്തിന് അവൻ വഴങ്ങിക്കൊടുക്കും. അവരുടെ ഔദാര്യമുള്ള സംരക്ഷകരാകുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യും. ഓ, അത് വളരെ നിസ്സാരമാണ് എന്നവർ പറയും. സൂക്ഷിക്കുക എന്ന് അവൻ്റെ മനസാക്ഷി മുന്നറിയിപ്പ് കൊടുത്താലും അവൻ കരുതുന്നത് അവൻ്റെ ശക്തിയെയോ സൽപ്പേരിനെയോ അത് ബാധിക്കുകയില്ലെന്നാണ്. വൃക്ഷവും അത് തന്നെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ആ വള്ളിച്ചെടി വളരുന്നു. നീണ്ട ശക്തി പ്രാപിച്ച വൃക്ഷത്തിൻ്റെ നീര് വലിച്ചെടുത്ത് പൂർവാധികം ശക്തി പ്രാപിച്ച് വൃക്ഷത്തിൻ്റെ തായ്തണ്ടിനെയും ശാഖകളെയും പൊതിയുന്നു. സൂര്യപ്രകാശം ലഭിക്കാതെ വൃക്ഷം ശ്വാസം മുട്ടിച്ചാകുന്നു. ചെടി അതിലോലമായിരുന്നു പോലും, വൃക്ഷം വളരെ ശക്തിയുള്ളതും. ഇങ്ങനെ രാജാക്കന്മാരും അവരുടെ ദൗത്യവുമായുള്ള ആദ്യത്തെ ഒത്തുതീർപ്പ് നടത്തുന്നു. മനസാക്ഷിയുടെ സ്വരം കേൾക്കുമ്പോൾ തോളുകൾ ഉയർത്തി നിസ്സാരമാക്കുന്നു. കാരണം സ്തുതി കേൾക്കുന്നത് ആനന്ദദായകമാണ്. എന്നാൽ രാജാവ് ഭരണത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, മറ്റാൾക്കാരുടെ താല്പര്യങ്ങൾ രാജാവിനെ ബന്ധനസ്ഥനാക്കുമ്പോൾ, ആദ്യം ആനുകൂല്യങ്ങൾ നേടിയവർ അവൻ്റെ വായ് മൂടിക്കെട്ടി ശ്വാസം മുട്ടിക്കും. അവർ അവനേക്കാൾ ശക്തരാണെങ്കിൽ അവൻ്റെ മരണത്തിന് കാലതാമസം ഉണ്ടാകുമെന്ന് കാണുമ്പോൾ അവനെ കൊല്ലും. ആത്മീയമായി രാജാവായിരിക്കുന്ന ഒരു സാധാരണക്കാരനും അഹങ്കാരവും മോഹവും കൊണ്ട് കുറെ കൂടെ താണ നിലയിലുള്ള രാജ്യത്വം സ്വീകരിച്ചാൽ ഇതുപോലെ നശിക്കും. ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്ന് ലഭിച്ച പ്രശാന്തത അവന് നഷ്ടപ്പെടുന്നു. കാരണം പിശാച്, ലോകം, മാംസം എന്നിവ ഒരുതരം മായശക്തിയും സന്തോഷവും പ്രദാനം ചെയ്യും. എന്നാൽ ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്ന് ഉളവാകുന്ന ആത്മീയ ആനന്ദം നഷ്ടപ്പെടും. ഓ, അരൂപിയിൽ ദരിദ്രരായിട്ടുള്ളവരുടെ ആനന്ദവും ശക്തിയുമോ, മനുഷ്യർ പറയുന്നത് നിങ്ങൾക്ക് വളരെ യോജിച്ചതാണ്, നിങ്ങളതിന് അർഹരാണ്. നിങ്ങളുമായുള്ള കൂട്ടുകെട്ടിൽ എൻ്റെ ആന്തരിക ശക്തിയും സന്തോഷവും സ്വർഗവും അവിടുത്തെ യഥാർത്ഥ രാജ്യത്വവും നഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കെങ്ങനെ എൻ്റെ അധമാംശത്തിൽ ഒരു രാജ്യത്വം സ്വീകരിക്കാൻ കഴിയും? സ്വർഗരാജ്യം കരസ്ഥമാക്കുക മാത്രം ലക്ഷ്യം വയ്ക്കുകയും ആ രാജ്യത്തിന് ചേരാത്തതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അരൂപിയിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർക്ക് പറയാൻ കഴിയും, മൃഗീയതയുടെ ശുഷ്കമായ മരുഭൂമിയിൽ വസിക്കുന്ന സഹോദരങ്ങൾക്കായി പാനീയം നൽകുകയാണ് ഞങ്ങൾക്കുള്ള ദൗത്യം. വളർത്തമ്മയില്ലാത്ത ഒരു ശിശുവിന് ജീവദായകമായ പാനീയങ്ങൾ നൽകി ജീവൻ നൽകേണ്ടത് ആവശ്യമായതുപോലെ ഞങ്ങൾ പാകമായ പഴച്ചാറുകൾ ദാഹാർതരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകുന്നു. ആ ദൗത്യം നിർവഹിക്കാതിരിക്കാൻ ഞങ്ങൾക്കെങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ മാറ് നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുകയും
ഇരുളടഞ്ഞ സംശയങ്ങളാൽ പീഡിതരാകുകയും ചെയ്യുന്ന മനുഷ്യവർഗത്തിന്റെ ധാത്രികളാണ് ഞങ്ങൾ. എല്ലാ ഭൗമിക ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായി ജീവിക്കുന്ന ഞങ്ങളെ അവർ കാണുന്നില്ലെങ്കിൽ ഒരു ജീവിതവും ഒരു സന്തോഷവും ഒരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും ഉണ്ടെന്ന് ആര് അവരെ ബോധ്യപ്പെടുത്തും? ദുരിതപൂർണമായ ഒരു താല്പര്യത്തിനായി അതുപോലുള്ള സ്നേഹം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. വൃക്ഷങ്ങൾ അടുത്തതായി മുൾപടർപ്പിനെ സമീപിച്ചു. അത് അവരുടെ അപേക്ഷ തിരസ്കരിച്ചില്ല, എന്നാൽ കഠിനമായ ചില വ്യവസ്ഥകൾ ഉന്നയിച്ചു. നിങ്ങൾക്ക് എന്നെ രാജാവായി ലഭിക്കണമെങ്കിൽ എല്ലാവരും എനിക്ക് കീഴ്പ്പെട്ടിരിക്കണം. എന്നാൽ എന്നെ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഓരോ മുള്ളും നിങ്ങളെ എരിയിക്കുന്ന പീഡനമാകും. ലെബനോനിലെ ദേവദാരുക്കൾ ഉൾപ്പെടെ എല്ലാം ഞാൻ വിഴുങ്ങും. യഥാർത്ഥ രാജ്യത്വം എന്ന് കരുതി ലോകം സ്വീകരിക്കുന്ന ഭരണം ഇത്തരത്തിലുള്ളതാണ്. ധാർഷ്ട്യവും ക്രൂരതയുമാണ് രാജ്യത്വമെന്ന് ദുഷിച്ച ജനം കരുതുന്നു. ശാന്തതയും നന്മയും ബലഹീനതയാണെന്നും വിഡ്ഢിത്തമാണെന്നും ജനം കരുതുന്നു. മനുഷ്യർ ദൈവത്തിന് വിധേയപ്പെടുകയില്ല, എന്നാൽ തിന്മയ്ക്ക് വഴങ്ങിക്കൊടുക്കും. തിന്മയാൽ അവൻ പ്രലോഭിപ്പിക്കപ്പെടുന്നു, അതിന് വഴിപ്പെടുന്നത് വഴി അഗ്നിക്കിരയാവുകയും ചെയ്യുന്നു. ഇതാണ് അബിമലേക്കിന്റെ കഥ. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കഥ പറയാം. അത് കഴിഞ്ഞുപോയതും വിദൂരമായ സംഭവങ്ങളെക്കുറിച്ചുള്ളതല്ല, ഇപ്പോഴുള്ളതും വളരെ സമീപയുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. മൃഗങ്ങൾ തങ്ങൾക്കായി ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിച്ചു. നല്ല കൗശലമുള്ളവരായിരുന്നതുകൊണ്ട് ശക്തിയും കാടത്വവും അവരെ ഭയപ്പെടുത്താത്ത ഒന്നിനെ മതിയെന്ന് കരുതി. അതുകൊണ്ട് അവർ സിംഹത്തെയും പുലികളെയും പൂച്ചവർഗത്തിൽപ്പെട്ട എല്ലാറ്റിനെയും തള്ളിക്കളഞ്ഞു. കഴുകന്മാരായ ഇര പിടിക്കുന്ന പക്ഷികളെയും വേണ്ടെന്ന് വച്ചു. കുതിരയെ അവർ വിശ്വസിച്ചില്ല, കാരണം അതിൻ്റെ വേഗത കൊണ്ട് അവരുടെ അടുത്ത് പെട്ടെന്ന് ചെല്ലുകയും അവർ ചെയ്യുന്നത് എന്താണെന്നും കണ്ടുപിടിക്കുകയും ചെയ്യും. ശക്തിയുള്ള കാലുകളും ക്ഷമയുള്ള കഴുതകളെയും വിശ്വസിച്ചില്ല. ഒരു കുരങ്ങിനെ രാജാവാക്കാൻ അവർ ഭയപ്പെട്ടു, കാരണം കുരങ്ങ് ബുദ്ധിയുള്ളതും പ്രതികാരം ചെയ്യുന്നതുമാണ്. മനുഷ്യനെ വഴിതെറ്റിക്കാൻ സാത്താനോട് അനുകൂലിച്ചെന്ന കാരണത്താൽ പാമ്പിനെ വേണ്ടെന്ന് വച്ചു. നല്ല നിറവും ചലനങ്ങളിൽ നല്ല സാമർഥ്യവും ഉണ്ടായിരുന്നിട്ടും അതിനെ വേണ്ടെന്ന് വച്ചതിൻ്റെ യഥാർത്ഥ കാരണം അവർക്കതിനെ ഭയമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നിശബ്ദമായ നടത്തവും ശക്തിയുള്ള മാംസപേശികളും അതിൻ്റെ ഭയാനകമായ വിഷത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും അവർക്കറിയാമായിരുന്നു. ഒരു കാളക്കൂറ്റിനെയോ കൂർത്ത കൊമ്പുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെയോ അവരുടെ രാജാവാക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അവർ പറഞ്ഞു, പിശാചിനും കൊമ്പുണ്ട്. ഒരിക്കൽ നമ്മൾ എതിർത്താൽ അതിൻ്റെ കൊമ്പുകൊണ്ട് നമ്മെ തൂത്തെറിയും. വളരെയധികം തള്ളിക്കളയലിന് ശേഷം കൊഴുത്തു വെളുത്ത ഒരാട്ടിൻകുട്ടിയെ കണ്ടു. അത് ഒരു പച്ച പുൽത്തകിടിയിൽ തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു. ഇടയ്ക്ക് തള്ളയുടെ പാൽ നിറഞ്ഞു വീർത്തിരിക്കുന്ന അകിടിന് തലകൊണ്ടിടിക്കും. അതിന് കൊമ്പുകളില്ലായിരുന്നു. അതിൻ്റെ കണ്ണുകൾ ഏപ്രിൽ മാസത്തിലെ ആകാശം പോലെ ശാന്തം. അവൻ നല്ല വഴക്കവും തഴക്കവുമുള്ള പ്രകൃതക്കാരൻ. എല്ലാത്തിനും അവൻ സംതൃപ്തൻ. അവൻ്റെ നാവിനും നയനങ്ങൾക്കും ആനന്ദമായിരുന്നു. ചെറുപുഷ്പങ്ങളിൽ സംതൃപ്തി. വയറു നിറഞ്ഞു കഴിയുമ്പോൾ വിശ്രമിക്കാൻ കിടക്കുന്ന തടിച്ച പുല്ലിനോട് തൃപ്തി. ആട്ടിൻപറ്റങ്ങളെപ്പോലെ ആകാശത്തിൽ ഒഴുകി നടക്കുന്ന മേഘങ്ങളിൽ സംതൃപ്തി. അവർ ആകാശത്തിൽ ഓടി നടക്കുന്നത് പോലെ ഭൂമിയിലെ വയലുകളിൽ ഓടിക്കളിക്കാൻ അവനെ ക്ഷണിക്കുന്നതിൽ ആനന്ദം. എല്ലാറ്റിലും ഉപരിയായി അവൻ്റെ അമ്മയുടെ തലോടലുകളിൽ സംതൃപ്തി. അവൾ ഇപ്പോഴും ഇടയ്ക്കിടെ പാൽ കുടിക്കുവാൻ അനുവദിക്കുകയും അവൻ പാൽ കുടിക്കുന്ന സമയത്ത് അവൻ്റെ വെളുത്ത രോമത്തിൽ അവളുടെ റോസ് നിറമുള്ള നാവുകൊണ്ട് നക്കുകയും ചെയ്യുമ്പോൾ സംതൃപ്തി. കാറ്റിൽ നിന്നും സംരക്ഷണം കൊടുക്കുന്ന ഭദ്രമായ ആല, അതിലെ മൃദുവായ വൈക്കോൽ കിടക്ക, അമ്മയുടെ അടുത്ത് ചേർന്ന് കിടന്നുള്ള ഉറക്കം, ഇവയെല്ലാം അവന് തൃപ്തിയായിരുന്നു. എല്ലാറ്റിനോടും സംതൃപ്തൻ. അവന് ആയുധമില്ല, വിഷമില്ല. അവൻ നിഷ്കളങ്കനാണ്. നമുക്ക് അവനെ നമ്മുടെ രാജാവാക്കാം. അവർ അപ്രകാരം ചെയ്തു. അവർക്ക് അവനെപ്പറ്റി അഭിമാനമായിരുന്നു.
കാരണം അവൻ സുന്ദരനും കാരുണ്യവാനുമായിരുന്നു. അവന്റെ ക്ഷമയും ശാന്തതയും നിമിത്തം അവനെ സമീപിച്ച എല്ലാവരാലും പ്രജകളാലും ആദരിക്കപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ ആട്ടുകൊറ്റനായി തീർന്നു. അവൻ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ ഭരിക്കേണ്ട സമയമായി. അപ്പോൾ എൻ്റെ ദൗത്യത്തെപ്പറ്റി എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നെ രാജാവായി തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിനായി എന്നെ തൃപ്തിപ്പെടുത്തി ഭരിക്കുവാനുള്ള കഴിവും ആ കഴിവ് അതിൻ്റെ പൂർണ്ണതയിൽ പ്രയോഗിക്കുവാനുള്ളതാണ്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ഞാൻ അവഗണിക്കരുതല്ലോ. അവൻ്റെ പ്രജകൾ മിതത്വത്തിനും അനുസരണയ്ക്കും ബഹുമാനത്തിനും വിവേകത്തിനും വിശ്വസ്തത, ധാർമ്മികത, കരുണ, സ്നേഹം എന്നിവയ്ക്കും എതിരെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർക്ക് ശാസന നൽകാൻ അവൻ ശബ്ദമുയർത്തി. അവൻ്റെ കാരുണ്യത്തോടെയുള്ള ജ്ഞാനോപദേശങ്ങൾ നൽകുന്ന ശബ്ദം കേട്ട് അവർ പരിഹസിച്ചു. അവൻ്റെ കരച്ചിൽ വന്യമൃഗങ്ങളുടെ അലർച്ച പോലെയോ പാമ്പിൻ്റെ ശീൽക്കാരം പോലെയോ ഭയാനകതയുടെ ക്രൂരത പോലെയോ അവരെ ഭയപ്പെടുത്തിയില്ല. ഇപ്പോൾ വളർന്ന് ആട്ടുകൊറ്റനായിരിക്കുന്ന ആട്ടിൻകുട്ടി കരച്ചിൽ കൊണ്ട് കാര്യം അവസാനിപ്പിച്ചില്ല. കൂട്ടുകാരെ അവരവരുടെ ചുമതല നിർവഹണത്തിലേക്ക് ആനയിക്കാൻ അവൻ അവരുടെ പക്കലേക്ക് ഇറങ്ങി. എന്നാൽ പാമ്പ് അവൻ്റെ കാലുകൾക്കിടയിലൂടെ ഇഴഞ്ഞ് മാറിക്കളഞ്ഞു. കഴുകൻ അവനെ പരിത്യജിച്ച് പറന്നകന്നു. വന്യമൃഗങ്ങൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ മാർദ്ദവമുള്ള കൈകൾ കൊണ്ട് നിന്നെ തള്ളി മാറ്റുന്നതേയുള്ളൂ. എന്നാൽ അതിനുള്ളിൽ എന്താണെന്നറിയാമോ? കൂർത്തുമൂത്ത നഖങ്ങൾ. കുതിരകളും വേഗത്തിൽ ഓടാൻ കഴിയുന്ന മറ്റു മൃഗങ്ങളും അവൻ്റെ ചുറ്റും ഓടി നടന്ന് അവനെ പരിഹസിച്ചു. ആനകളും അതുപോലെ തോൽക്കട്ടിയുള്ള മറ്റു മൃഗങ്ങളും അവരുടെ തുമ്പിക്കൈ കൊണ്ട് അവനെ ഉന്തി മാറ്റി. അതേസമയം കുരങ്ങന്മാർ വൃക്ഷങ്ങളിലിരുന്നു കൊണ്ട് അവനെ എറിഞ്ഞു. ആട്ടുകൊറ്റനായ കുഞ്ഞാട് ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് എൻ്റെ കൊമ്പുകളും ശക്തിയും ഉപയോഗിക്കണമെന്ന് ആഗ്രഹമില്ല. കാരണം അത് ഒരു മാതൃകയായി സ്വീകരിക്കപ്പെടും. സ്നേഹവും പ്രേരണയുമാണ് ഇഷ്ടപ്പെടുന്ന മാർഗങ്ങൾ. നിങ്ങൾ ഇങ്ങനെയുള്ള ആയുധങ്ങൾക്ക് കീഴ്പ്പെടാത്തതിനാൽ ഞാൻ എൻ്റെ ശക്തി ഉപയോഗിക്കും. എന്നോടും ദൈവത്തോടുമുള്ള എൻ്റെ കടമകളോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്ത് ഉയർത്തിയത് നിങ്ങളും ദൈവവും കൂടെയാണ്. ഇത് നിങ്ങളെ നീതിയിലേക്കും നന്മയിലേക്കും നയിക്കാനായിരുന്നു. അവിടെ നീതിയും നന്മയും, അതായത് ശരിയായ ക്രമം പാലിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കൊമ്പ് അല്പമായി ഒന്ന് ഉപയോഗിച്ചു. അയൽക്കാരെ സദാസമയം ശല്യപ്പെടുത്തിയിരുന്ന ഒരു കില്ലപ്പട്ടിയെ ഓടിച്ചു. അല്പം കഴിഞ്ഞ് വളരെ ശക്തിയുള്ള അവൻ്റെ കഴുത്തുകൊണ്ട് ഒരു പന്നിക്കൂട് തകർത്തു. കാരണം അത്യാഗ്രഹിയായ ആ പന്നി മറ്റു മൃഗങ്ങൾ പട്ടിണിയാകത്തക്ക വിധത്തിൽ ഭക്ഷണം മുഴുവൻ കൈവശമാക്കി വച്ചിരുന്നു. ഒരു ചെറുകാട് അവൻ പൊളിച്ചു. കാരണം 2 കുരങ്ങന്മാർ അവിഹിതമായ അവരുടെ ലൈംഗിക വേഴ്ചകൾക്ക് ആ കാട് തിരഞ്ഞെടുത്തിരുന്നു. ഈ രാജാവ് കുറെ കൂടെ കൂടുതൽ ശക്തനായി തീർന്നിരിക്കുന്നു. അവൻ ശരിക്കും ഭരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജ്ഞാനമുള്ള മൃഗങ്ങളായി ജീവിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അത് നമ്മൾക്കിഷ്ടമല്ല. അവനെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കണം. അവർ തീരുമാനിച്ചു. എന്നാൽ കുബുദ്ധിയായ ഒരു കുരങ്ങൻ പറഞ്ഞു, ഒരു നീതിയായ കാരണത്തിൻ്റെ മറവിൽ വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാകും. ദൈവത്തിന് ഇഷ്ടപ്പെടാത്തവരായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ആട്ടുകൊറ്റനായി തീർന്ന കുഞ്ഞാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാം. അങ്ങനെ നമ്മുടെ കുറ്റാരോപണം നീതിയുള്ളതായി കാണപ്പെടും. ഞാനത് നോക്കിക്കൊള്ളാം, പാമ്പ് പറഞ്ഞു. ഞാനും എന്ന് കുരങ്ങൻ. അതുകൊണ്ട് ആട് കാഴ്ചയിൽ നിന്ന് മാഞ്ഞു പോകാത്ത വിധം പാമ്പ് പുല്ലിൽ കൂടി ഇഴയുകയും കുരങ്ങ് മുകളിൽ നിന്ന് എല്ലാം കാണുന്നതിന് മരത്തിൽ കയറിയിരിക്കുകയും ചെയ്തു. എല്ലാ സായാഹ്നത്തിലും ആട് അതിൻ്റെ കൃത്യനിർവഹണത്തിൽ നിന്നുള്ള ക്ഷീണം തീർക്കുന്നതിനും പിറ്റേ ദിവസം എടുക്കുവാനുള്ള നടപടികളെപ്പറ്റി ആലോചിക്കുവാനും എതിർപ്പുകൾ അവസാനിപ്പിച്ച് പ്രജകളുടെ പാപകരമായ നടപടികളെ അതിജീവിക്കുന്നതിന്
എന്തു ചെയ്യണമെന്നാലോചിക്കാനായി വിശ്രമിച്ചിരുന്നു. ആ അവസരത്തിൽ അവനോട് വളരെ വിശ്വസ്തരായവരൊഴികെ മറ്റെല്ലാ മൃഗങ്ങളും ആ 2 ചാരന്മാരുടെ വാക്ക് ശ്രവിക്കുന്നതിനായി ഒരുമിച്ചുകൂടി. കാരണം അവരും അങ്ങനെയുള്ളവരായി തീർന്നു. എന്നാൽ അതെല്ലാം ഒളിവിലാണ് നടത്തിയത്. എല്ലാവരുടെയും മുമ്പിൽ വച്ച് പാമ്പ് അവന്റെ രാജാവായ ആടിനോട് പറയും, ഞാൻ നിന്നെ അനുഗമിക്കാം, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആരെങ്കിലും നിന്നെ ആക്രമിക്കുന്നത് കണ്ടാൽ എനിക്ക് നിന്നെ രക്ഷിക്കണം. കുരങ്ങ് പറയും, നിന്നെ എത്രമാത്രം ഞാൻ ആദരിക്കുന്നു, എനിക്ക് നിന്നെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. നോക്കൂ, ആ പുൽത്തകിടിക്കപ്പുറം ആരെങ്കിലും പാപം ചെയ്താൽ ഇവിടെ നിന്ന് എനിക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ നിന്നോട് പറയും, നോക്കൂ, ഒരാൾ പാപം ചെയ്യുന്നു, അങ്ങോട്ട് ഓടിച്ചെല്ലൂ. അതിനുശേഷം കൂട്ടുകാരോട് ഒളിവിൽ പറയും, ഇന്നും അവൻ പാപികളുടെ വിരുന്നിൽ പങ്കെടുത്തു, അവരെ മാനസാന്തരപ്പെടുത്താൻ എന്ന നാട്യത്തിലാണ് പോയത്. എന്നാൽ വാസ്തവമായും അവരുടെ മധുരോത്സവത്തിൽ അവൻ ഒരു പങ്കാളിയാണ്. അവൻ കൂട്ടുകാരുടെ നിലയിൽ പോലും വിട്ട ചിത്രശലഭങ്ങളുടെയും നീലവണ്ടിൻ്റെയും വഴുവഴുപ്പുള്ള ഒച്ചിൻ്റെയും പക്കൽ പോയി. അവൻ വിശ്വസ്തനല്ല, ശുദ്ധിയില്ലാത്ത വിദേശികളുമായി സംസർഗം ചെയ്യുന്നുണ്ട്. പാമ്പ് പറയുന്നു. അങ്ങനെയാണ് നിഷ്കളങ്കനായ ആടിൻ്റെ പിമ്പിൽ നിന്ന് അവൻ പറഞ്ഞത്. അതൊന്നും അവൻ അറിയുന്നില്ലെന്ന് അവർ വിചാരിച്ചു. എന്നാൽ തൻ്റെ ദൗത്യത്തിനായി അവനെ രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ അരൂപി പ്രജകളുടെ ഗൂഢാലോചന അവന് വെളിപ്പെടുത്തി. അവരെയെല്ലാം ശപിച്ചുകൊണ്ട് ആടിന് അവിടെ നിന്നും പലായനം ചെയ്യാമായിരുന്നു. എന്നാൽ കാരുണ്യവും എളിമയുമുള്ള അവൻ സ്നേഹത്തിൻ്റെ തികവ് ആയതിനാൽ അവരെ സ്നേഹിച്ചു. സ്നേഹിക്കുക എന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ദൈവഹിതം നിറവേറ്റുന്നതിനായി ജീവൻ പോലും പണയപ്പെടുത്തി സ്നേഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും അവൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിന്നു. ഓ, മനുഷ്യനെ സംബന്ധിച്ച് എത്ര വലിയ തെറ്റാണിത്! ക്ഷമിക്കാൻ പാടില്ലാത്ത തെറ്റ്, ശിക്ഷയ്ക്കർഹമായ തെറ്റ്. അവൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനായി അവൻ കൊല്ലപ്പെടട്ടെ. അവനെ കൊല്ലുന്ന കാര്യവും പാമ്പ് ഏറ്റു. പാമ്പ് എപ്പോഴും വഞ്ചകനാണ്. ഇതാണ് മറ്റേ കഥ. നസ്രസിലെ ജനങ്ങളെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, എന്നോട് എതിർപ്പുള്ള ജനത എന്നതിൽ കവിഞ്ഞ് ഒട്ടും മുന്നോട്ട് പോകരുതേ. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളാൽ സ്നേഹിക്കപ്പെട്ട് ഇവിടെ ഞാൻ വളർന്നു. ആ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, ശത്രുതയിൽ കവിഞ്ഞ് ഒന്നും നിങ്ങൾ ചെയ്യരുതേ. അവൻ്റെ ഒറ്റുകാരനും അനീതിക്കാരായ വിധികർത്താക്കളും നസ്രസിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്ന് ചരിത്രം പറയാൻ ഇടയാകരുതേ. ദൈവം നിങ്ങളോടുകൂടെ. വിധിക്കുന്നതിൽ നീതി പാലിക്കുന്നവരും നിശ്ചയങ്ങളിൽ ഉറപ്പുള്ളവരും ആയിരിക്കുവിൻ. ആദ്യത്തെ നന്മ എൻ്റെ സഹപൗരന്മാരായ നിങ്ങളെല്ലാവരെയും ബാധിക്കുന്നതാണ്. രണ്ടാമത്തേത് നിങ്ങളുടെ ഇടയിൽ കാപട്യം നിറഞ്ഞ ചിന്തകളാൽ അസ്വസ്ഥരാകാതിരിക്കുന്നവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുന്നു, സമാധാനം നിങ്ങളോടുകൂടെ. ഈശോ തലകുനിച്ച് ദുഃഖത്തോടെ സിനഗോഗിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആകെ വേദനിപ്പിക്കുന്ന നിശബ്ദത. ഈശോ പറഞ്ഞത് അംഗീകരിക്കുന്ന 2 or 3 സ്വരങ്ങൾ മാത്രം കേൾക്കാം. അപ്പസ്തോലന്മാർ ഈശോയെ അനുഗമിക്കുന്നു. അൽഫേയൂസിൻ്റെ പുത്രന്മാരാണ് ഏറ്റവും പിന്നിൽ. അവരുടെ കണ്ണുകൾ കുഞ്ഞാടിൻ്റെ ശാന്തമായ കണ്ണുകൾ പോലെയല്ല ഇപ്പോൾ കാണപ്പെടുന്നത്. എതിർപ്പ് കാട്ടുന്ന ആ ജനത്തെ അവർ തുറിച്ചു നോക്കി. യൂദാസ് തദേവോസ് അവൻ്റെ സഹോദരൻ സൈമണിൻ്റെ വിലങ്ങടിച്ചു നിന്ന് പറയുന്നു, എൻ്റെ സഹോദരൻ കുറെ കൂടെ സത്യസന്ധനാണെന്നും ഉറപ്പുള്ള സ്വഭാവക്കാരനാണെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. സൈമൺ തലകുനിച്ച് മൗനമായി നിൽക്കുന്നു. എന്നാൽ മറ്റേ സഹോദരൻ അതിശയത്തോടെ പറയുന്നു, നിന്റെ മൂത്ത സഹോദരൻ്റെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നതിൽ നീ ലജ്ജിക്കേണ്ടതാണ്. മറ്റുള്ള ആളുകൾ അവനെ പിന്താങ്ങുന്നുണ്ട്. ഇല്ല, എനിക്ക് നിങ്ങളെപ്പറ്റിയാണ് ലജ്ജ, നിങ്ങളെല്ലാവരെയും കുറിച്ച്. നസ്രസ് രണ്ടാനമ്മയല്ല, പക്ഷേ രക്ഷകനെ സംബന്ധിച്ച് അവൾ വഴി പിഴച്ച ഒരു രണ്ടാനമ്മ തന്നെ.
എന്റെ പ്രവചനം ശ്രവിക്കുക. ഒരു ജലധാര സൃഷ്ടിക്കാൻ മതിയാവോളം കണ്ണീർ നിങ്ങൾ പൊഴിക്കും. എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഈ പട്ടണത്തിന്റെ യഥാർത്ഥ നാമവും നിങ്ങളുടെ നാമവും കഴുകി മാറ്റുന്നതിന് ഉപകരിക്കുകയില്ല. ആ പേരെന്തെന്ന് നിങ്ങൾക്കറിയാമോ? വിഡ്ഢിത്തം. വന്ദനം. ദൈവം നിങ്ങളോട് കൂടെ. ജെയിംസിന്റെ അഭിവാദനം കൂടുതൽ സൗമ്യമായിരുന്നു. ജ്ഞാനത്തിന്റെ പ്രകാശം അവർക്കുണ്ടാകട്ടെ എന്ന് അവൻ ആശംസിച്ചു. സാറായുടെ ഭർത്താവ് അൽഫേയൂസ് 2 ചെറുപ്പക്കാരുമൊത്ത് അവർ പുറത്തേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു കൂസായുടെ ഭാര്യ യോവന്ന മരിക്കാറായ അവസരത്തിൽ അവളുടെ അടുത്തേക്ക് പോകുവാൻ വിളിപ്പിച്ച കഴുതകളെ നയിച്ച കഴുതക്കാരന്മാരാണ് അവർ എന്ന്. എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മൂകരായി നിന്നിരുന്ന ജനം പിറുപിറുത്തു. എന്നാൽ അവന് ഈ ജ്ഞാനമെല്ലാം എങ്ങനെ ലഭിച്ചു? അത്ഭുതം ചെയ്യാനുള്ള അവന്റെ കഴിവ് എത്ര അപാരം! കാരണം അവൻ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പാലസ്തീന മുഴുവൻ അതേക്കുറിച്ച് സംസാരമുണ്ട്. തച്ചനായ ജോസഫിന്റെ പുത്രനല്ലേ അവൻ? നസ്രസിലെ ആശാരിയുടെ പണിപ്പുരയിൽ അവനെ നമ്മൾ കണ്ടിട്ടുണ്ട്. മേശയും കട്ടിലും മറ്റും അവർ പണിതിരുന്നു. വണ്ടിച്ചക്രവും പൂട്ടുകളും അവൻ നന്നാക്കിയിട്ടുണ്ട്. അവൻ സ്കൂളിൽ പോയിട്ട് പോലുമില്ല. അവന്റെ അമ്മ മാത്രമാണ് അവന്റെ അധ്യാപിക. നമ്മുടെ അപ്പനും വിമർശിച്ചിരുന്ന ഒരു ഇടർച്ച, അൽഫേയൂസിന്റെ മകൻ ജോസഫ് പറയുന്നു. എന്നാൽ നിന്റെ സഹോദരന്മാരും പഠനം പൂർത്തിയാക്കിയത് ജോസഫിന്റെ ഭാര്യ മേരിയുടെ പക്കലാണ്. ഏയ്, എൻ്റെ അപ്പൻ മേരിയോട് വളരെ മയത്തിലാണ് വർത്തിച്ചത്. അങ്ങനെയെങ്കിൽ നിന്റെ പേരപ്പനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വർത്തിച്ചത്. എന്നാൽ അവൻ നേരായിട്ടും തച്ചൻ്റെ മകൻ തന്നെയാണോ? നിനക്ക് കാണാൻ വയ്യേ? ഓ, അനേകം പേരുണ്ട് കാഴ്ചയ്ക്ക് ഒരുപോലുള്ളവർ. ഞാൻ ആകുന്നു എന്ന് പറയുന്നവനാണ് അവൻ എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അവൻ ഇപ്പോഴില്ല. നസ്രസിലെ ഈശോ പിന്നെ എവിടെയാ? അവൻ്റെ അമ്മ അവനെ തിരിച്ചറിയുകയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഇവിടെയുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട് അവൻ അവരുടെ ബന്ധുവാണെന്ന്. നിങ്ങളൊന്ന് പറഞ്ഞേ, അത് ശരിയാണോ? അൽഫേയൂസിന്റെ 2 പുത്രന്മാരും തലകുലുക്കി സമ്മതം നൽകുന്നു. എന്നാൽ കൊള്ളാം, ഒന്നെങ്കിൽ അവന് ഭ്രാന്ത്, അല്ലെങ്കിൽ പിശാച് ബാധ. കാരണം തച്ചന്റെ പണിയെടുക്കുന്ന ഒരുവനിൽ നിന്ന് ഇതുപോലെയുള്ള വാക്കുകൾ ഒരിക്കലും വരികയില്ല. നമ്മൾ അവനെ ശ്രവിക്കരുത്. അവൻ പറയുന്ന തത്വം ഒന്നുകിൽ ബുദ്ധിഭ്രമം, അല്ലെങ്കിൽ പൈശാചികം. ഒരു മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരുന്ന അൽഫേയൂസിനെ സാറായുടെ ഭർത്താവ് പ്രതീക്ഷിച്ച് ഈശോ മൈതാനത്ത് നിൽക്കുന്നു. അപ്പോൾ സിനഗോഗിന്റെ വാതിൽക്കൽ കഴുതയെ തെളിക്കുന്ന ഒരുവൻ ചെന്ന് സിനഗോഗിൽ പറഞ്ഞ അപവാദങ്ങൾ ഈശോയെ അറിയിക്കുന്നു. അതിൽ നീ ദുഃഖിക്കേണ്ട. ഒരു പാവം പ്രവാചകൻ സാധാരണ അവൻ്റെ നാട്ടിലോ വീട്ടിലോ ബഹുമാനിക്കപ്പെടുന്നില്ല. ഒരു പ്രവാചകനായിരിക്കണമെങ്കിൽ ഒരുവൻ ഈ ലോകത്തിന് വെളിയിൽ നിന്ന് വന്നവനായിരിക്കണം എന്നുവരെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ഭോഷത്വം എത്രയധികം! തങ്ങളുടെ സഹപൗരന്റെ അഥവാ ബന്ധുവിൻ്റെ മനുഷ്യ സ്വഭാവം മറ്റെല്ലാവരെക്കാൾ അധികം അറിയുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നത് അയാളുടെ നാട്ടുകാരും വീട്ടുകാരുമാണ്. എന്നാൽ സത്യം എന്നും വിജയിക്കും. നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. ഗുരുവേ, എൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നിനക്കതിന് അർഹതയുണ്ട്. കാരണം എന്നെ നീ വിശ്വസിച്ചു. ഇവിടെയുള്ള എൻ്റെ ജനത്തിന് എന്നെ വിശ്വാസമില്ല. അതിനാൽ അവർക്ക് ഒരു പ്രതികരണവുമില്ല. എൻ്റെ സ്നേഹിതരെ, വരൂ, നമുക്ക് പോകാം. നാളെ പുലർച്ചയോടെ ഇവിടെ നിന്ന് പുറപ്പെടാം.